എല്ലാവരോടും കൂടി ഒരു കാര്യം പറയേണ്ട സമയമായി. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഒരു ഗവൺമെൻറ് ആശുപത്രി ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു സിസ്റ്റർ എന്നോട് ചോദിക്കണം, അവർ പ്രഭാഷണത്തിൽ പോയി ഒരു പത്രം തട്ടിയിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ സനാതനധർമ്മം വിശ്വസിക്കുന്ന ഒരാളാണ്, എനിക്ക് വേണ്ടാന്ന്. അന്നേരം വേറെ സിസ്റ്റർ പറഞ്ഞ് ഇവർ ഹിന്ദു തന്നെയാണ്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പോയി ചോദിച്ചു. നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് അവരോട് അവരുടെ കൊച്ചിന് സുഖമില്ലാതെ വന്നു. അവരെ അമ്പലത്തിൽ ചെന്നു. ചെന്നപ്പോൾ അവരോട് പുല്ല് നടത്തണം, ഹോമം നടത്തണം, ഒത്തിരി കാശ് അവരോട് മേടിച്ചു. അമ്പലത്തിന് മേടിച്ചിട്ട് അവരുടെ കൊച്ചിനെ ആശ്വസിക്കാനില്ല. അവരുടനെ കൃപാസനത്തിൽ പോയി. അവിടെ 10 പൈസ കൊണ്ട് മുടക്കി അവരുടെ കൊച്ചിന് ആശ്വാസം കിട്ടി. അതുകൊണ്ടാണ് അവരിങ്ങനെ പത്രം എല്ലാ വീടുകളിൽ കൂടി എത്തിക്കണേന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടേതായ ഒരമ്പലത്തിൽ നമ്മൾ ഒരാളെ ചെന്ന് കിട്ടിയത് അവരെ വിടുന്നത് എന്ന് നമ്മുടെ ശാന്തിമാരും നമ്മുടെ ആൾക്കാരും ഒന്ന് മനസ്സിലാക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ കൂടിയ എല്ലാ സംഘടനാ പ്രവർത്തകരും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവരും, ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നവരും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമശിവായ എന്നോ നാരായണായ എന്നുള്ളതിനേക്കാൾ കൂടുതൽ കേൾക്കുക മാറി നിൽക്ക് തുടരുത്, അശുദ്ധാവുന്ന. ആരെ അശുദ്ധാവാൻ? എന്താ അശുദ്ധാവാൻ? മനുഷ്യനെ അകറ്റാനാണ് നമ്മൾ ശീലിക്കുന്നത്. രണ്ടാമതായിട്ട് ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും തന്ത്രികളും തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടുകൊണ്ട് നിങ്ങൾ ആ കർമ്മം ചെയ്യണം, ഈ കർമ്മം ചെയ്യണം, മറ്റത് ചെയ്യണമെന്നും പറഞ്ഞ് നിങ്ങളുടെ പോക്കറ്റിലുള്ള പൈസ മുഴുവൻ അവരുടെ പോക്കറ്റിലാക്കും. മറ്റവരും ചെയ്യും അത്, പക്ഷെ അവർ തുടക്കത്തിൽ ചെയ്യില്ല. അവർ വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുക. നമുക്ക് ആ ബുദ്ധിയില്ല, അതുകൊണ്ട് ആദ്യം തന്നെ പിടിച്ചു വാങ്ങാൻ നമ്മൾ നോക്കും. അതുകൊണ്ട് നമ്മുടെ സമാജത്തോട് നമ്മൾ പറയേണ്ടത്, ക്ഷേത്രങ്ങളിൽ പോവുക, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക, നിശ്ചയമായും പ്രാർത്ഥന ഫലിക്കും. നമുക്കും ദൈവത്തിനുമിടയ്ക്ക് മധ്യവർത്തിയില്ല. ആവർത്തിച്ച് പറയാം, നമുക്കും ദൈവത്തിനും ഇടയ്ക്ക് മധ്യവർത്തിയില്ല. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്നൊന്നും നമുക്കില്ല. നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഭഗവതി രക്ഷിക്കണേ, ഭഗവാനെ രക്ഷിക്കണേ, പ്രാർത്ഥിക്കുക. ഹൃദയം ഉരുകി പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാവും, ഉറപ്പ്. പക്ഷെ അതിനുള്ള ശ്രദ്ധ, അതിനുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. ആ വിശ്വാസം വളർത്തുന്ന രീതിയിൽ ഓരോ പ്രവർത്തകരും പ്രവർത്തിക്കണം. മറ്റത് സംഘടിതമായ പ്രവർത്തനമാണ്. സംഘടിതമായ പ്രവർത്തനം. ഇപ്പം കൃപാസനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. പക്ഷെ അതൊന്നും നമ്മൾ സംഘടിതമായി ബോധം വന്നു കഴിഞ്ഞാൽ അതൊന്നും ഏറെക്കാലം നിൽക്കില്ല. ചെറിയ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ദൃഷ്ടാന്ത സഹിതം പറഞ്ഞുതരാം. ഒരു കാലത്ത് 10,000 പേര് ദിവസവും ചെന്ന് ചേരുന്ന അവസ്ഥ തൃശ്ശൂർ ജില്ലയിലെ മുരിങ്ങൂർ, പോട്ട ധ്യാന കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. 10,000 ഹിന്ദുക്കൾ. പക്ഷേ നമ്മൾ ആശയങ്ങളെ പ്രചരിപ്പിച്ചു. പാരാ പോണത് ഇല്ല. വലിയ അളവോളം നിന്നു. ചെറിയ കുറച്ച് പേരൊക്കെ എപ്പോഴും പോണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ പണ്ടുണ്ടായിരുന്ന 10,000 പോകുന്നൊരവസ്ഥയില്ല. ഈ അബദ്ധവിശ്വാസങ്ങളെ ആരായാലും പ്രചരിപ്പിച്ചുകൂടാ. അബദ്ധവിശ്വാസങ്ങളെ നമ്മുടെ ശ്രദ്ധാപൂർവം ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ വളർത്തേണ്ടത്. അല്ലാണ്ട് ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും എന്ന് പറഞ്ഞ് പൈസ പോക്കറ്റിലാക്കാനുള്ള പരിപാടിയെ നമ്മൾ നിരുത്സാഹപ്പെടുത്തിയേ മതിയാവും. ഇത് വളരെ പ്രധാനമാണ്. ഇത് വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ ഫലമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ധർമ്മസന്ദേശ യാത്രയിൽ തന്നെ നമ്മളൊരു യാഥാർത്ഥ്യം ഓർമ്മിച്ച് പറയുകയായിരുന്നു. അത് 2013 സംഭവിച്ചതാണ്. 2013 ഒരു 54 ദിവസത്തെ ഉപനിഷത്ത് വിചാര സത്രം എറണാകുളം TDM ഹാളിൽ നടക്കുകയായിരുന്നു. നമ്മൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു പെൺകുട്ടി വന്നു.
റൂമിൽ സ്വാമി കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ശരി മോളെ പറയൂ എന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള ആൾക്കാരെ നമ്മൾ പുറത്താക്കി. അവർക്ക് 26 വയസ്സായി. ഒരുപാട് വിവാഹാലോചനകളൊക്കെ വന്നെങ്കിലും കല്യാണം നടന്നിട്ടില്ല, പല കാരണങ്ങളെ കൊണ്ട്. അപ്പോൾ ആരോ അവരോട് പറഞ്ഞു കൊടുത്തു, എറണാകുളത്ത് കലൂരിൽ ഒരു ചൊവ്വാഴ്ച പള്ളിയുണ്ട്. ആ ചൊവ്വാഴ്ച പള്ളിയിൽ 21 ചൊവ്വാഴ്ചകളിൽ പോയി പ്രാർത്ഥിച്ചാൽ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. ഇത് കഥയല്ല പറയുന്നത്, ഉള്ളതുള്ള പോലെ പറയുക. അങ്ങനെ ഇവർ 6 പ്രാവശ്യം പോയി കഴിഞ്ഞു. 7ാമത്തെ പ്രാവശ്യം പോകുമ്പോഴാണ് വേറെ ആരോ കണ്ടിട്ട്, നീ എങ്ങോട്ടാ പോണത്, ഇങ്ങനെയാണ് പോണത്. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ചിദാനന്ദപുരസ്വാമി ഉണ്ട് ഇങ്ങനെ TDM ഹാളിൽ, ഒന്ന് പോയി കണ്ടു നോക്കൂ പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. ഞാൻ പറഞ്ഞു, മോളെ നീ 7 പ്രാവശ്യമല്ലേ ആയിട്ടുള്ളൂ? അതെ. ഇനിയും വേണ്ടേ 14 പ്രാവശ്യം? വേണം. നീ അതൊക്കെ ഒന്ന് നിർത്ത്. ഇനി പറഞ്ഞത് കേട്ടിട്ട് ചിദാനന്ദപുരസ്വാമി തിരുമാന്താംകുന്നിൻ്റെ ഏജൻ്റാണെന്ന് ആരും വിചാരിക്കരുതേ. പക്ഷെ അന്ന് വായിൽ വന്നത് അതാ, നീ ഒന്ന് തിരുമാന്താംകുന്ന് പോയിട്ട് ഒരു 3 സ്വയംവര പുഷ്പാഞ്ജലി നടത്ത്. സ്വാമി നടക്കുമോ? നടക്കും, ഉറപ്പ്. ഉറപ്പാ? എനിക്ക് വല്ല ഉറപ്പുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് ഉറപ്പില്ല, കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ എനിക്കെങ്ങനെയാണ് ഉറപ്പ്? എനിക്ക് അനുഭവം ഉണ്ടോ? പക്ഷെ ആ കുട്ടിക്ക് ദൃഢമായ വിശ്വാസം കൊടുക്കാൻ വേണ്ടി അന്ന് ഞാൻ പറഞ്ഞു ഉറപ്പ്. നിങ്ങൾ കേൾക്കുക. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ കുട്ടി വീണ്ടും വന്നു നമ്മളെടുത്ത്. 54 ദിവസത്തെ പ്രഭാഷണ പരമ്പര ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ താമസിക്കുക. കാനഡയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ, അയാളുടെ അച്ഛന് സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ സ്ട്രോക്ക് വന്ന ആളിന് ശേഷം അയാൾക്ക് ഡയബറ്റീസ് പെട്ടെന്ന് കൂടുകയും കുറയുകയും ഷുഗർ കൂടുകയും കുറയുകയും ചെയ്യുന്ന അവസ്ഥ വന്നു. ഡോക്ടർമാർ അധിക ദിവസം അയാളില്ല എന്ന് അറിയിച്ചു. അപ്പോൾ അയാളുടെ അവസാനത്തെ ആഗ്രഹം മോൻ്റെ കല്യാണം നടന്ന് കാണണമെന്നാണ്. മോൻ കാനഡയിലാണ്. മോൻ പറഞ്ഞു, എനിക്ക് പെണ്ണ് കാണുകയും വേണ്ട, ഒന്നും വേണ്ട, ഒന്ന് വീഡിയോയിൽ കൂടെ കണ്ടാൽ മതി, നേരിട്ട് കാണണ്ട. അങ്ങനെ ഈ കുട്ടിയെ കണ്ടു, വളരെ ഇഷ്ടമായി. അവർ വീഡിയോയിലൂടെ സംസാരിച്ചു. ഒരാഴ്ചക്കുള്ളിൽ കല്യാണം നടത്താൻ നിശ്ചയിച്ചിരിക്കുക. അവൻ വന്നിരിക്കുക. സ്വാമി വളരെ ഉപകാരമുണ്ട് സ്വാമി. ഞാൻ പറഞ്ഞു, എനിക്ക് ഉപകാരം പറയണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ഒന്നല്ലേ നടത്തിയിട്ടുള്ളൂ, ബാക്കി കൂടി അവിടെ പുഷ്പാഞ്ജലി നടത്തിയേക്ക്. പിന്നെ സാധിക്കും വെച്ചാൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നും പറഞ്ഞ് ഒരു പരസ്യം കൊടുത്തേക്ക് പത്രത്തിലെന്നും പറഞ്ഞു. അത് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല ഏതായാലും. ഇനി അത് ഞാൻ കാണാത്ത വല്ല പത്രങ്ങളിലാണോ കൊടുത്തതെന്നും അറിയില്ല. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ, എൻ്റെ പ്രാർത്ഥന കേട്ട തിരുമാന്താംകുന്നിലെ അമ്മയ്ക്ക് കൃതജ്ഞത എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം. ഈ തൊട്ടുകൂടാന്നുള്ളതിന് പകരം ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ നമ്മൾ ശീലിക്കണം. നമ്മളെ വരുന്ന സാന്ത്വനിപ്പിക്കാൻ നമ്മൾ പഠിക്കണം. ഇത്തരം പൈസ ചൂഷണം ചെയ്യുന്ന അവസ്ഥകളെ തുറന്നു കാണിക്കാനും നമുക്ക് പഠിക്കണം.